പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ സന്ധ്യയോടനുബന്ധിച്ച് നമ്മുടെ കോട്ടയത്ത് ചന്തക്കവലയിലുണ്ടായ വാഹനാപകടത്തിന്റെ കാര്യങ്ങള് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ തോട്ടയ്ക്കാട് മാടത്താനി സ്വദേശിയായ ഒരു പെൺകുട്ടി ഇന്നലെ +2 റിസൾട്ട് വന്ന സമയത്ത് ഉച്ചയോടുകൂടി 3:30 റിസൾട്ട് വന്നത്. അപ്പം ഏറ്റവും മികച്ച വിജയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഉള്ള വിജയം നേടിയാണ് കുട്ടി പാസ്സായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബിത പാർവതി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്. ആ വാർത്ത ഇന്നലെ കേട്ട് കഴിപ്പം തൊട്ട് ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം എനിക്കും +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്കും ഉണ്ട്. അപ്പൊ ഒരു കുട്ടി പരീക്ഷ പാസ്സാകുക എന്നൊക്കെ പറയുമ്പോഴത്തേന് അതും ഫുൾ A+ മേടിച്ച് പാസ്സാകുക എന്നൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിന് ഏറ്റവും വലിയൊരു സന്തോഷം പകരുന്ന ദിവസമാണ്. കാരണം ആ ഒരു കുടുംബത്തിന് ഒരുപാട് കഷ്ടപ്പാടിന്റെ ഒരു പ്രതിഫലമാണ് ആ റിസൾട്ട് എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വരുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും കൂടെയാണ് ആ പെൺകുട്ടി. അപ്പൊ ഇന്നലെ അവര് കോട്ടയത്ത് സമ്മാനം മേടിക്കാൻ വേണ്ടി പോയതാണ് ചന്തക്കവലയില്. അവിടെ വെച്ചാണ് ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് വന്ന്, നല്ല സ്പീഡിലായിരുന്ന കാറെന്നാണ് ഞാൻ ഇന്നവിടെ തിരക്കിയപ്പോഴത്തേന് അറിഞ്ഞത്. അവര് വന്ന് ആ കുട്ടിയെ തട്ടിയിട്ട് അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് തട്ട് കിട്ടി. അമ്മ തെറിച്ചു പോയി. കുട്ടി കാറിന്റെ അടിയിലായിപ്പോയി. അപ്പൊ അവിടെയുള്ള കടക്കാരടക്കം എല്ലാരും കൂടെ ഓടി വന്നാണ് ആ കുട്ടിയെ അവിടുന്ന് എടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് ആള് മരിച്ചായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു ഷോക്കായ ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ കോട്ടയത്ത് ചന്തക്കവല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു ഇതാണ്. ഞാൻ എല്ലാവരും കാണുന്ന ഒരു കവലയാണ്. ഒരു മാറ്റവും അതിന് വന്നിട്ടില്ല. അത് വാഹനങ്ങളുടെ തിരക്ക്, അതിഭയങ്കരമായ തിരക്ക് ഓരോ വർഷം അല്ലെ ഓരോ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വേറെ ഒരു സുരക്ഷാ സംവിധാനങ്ങളോ വാഹനങ്ങൾ ബസ്സൊക്കെ കൊണ്ടുപോയി നിർത്തുന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവിടെ ഒരു ബസ് നിർത്തുവാണെന്നുണ്ടെങ്കിൽ പെട്ടക്കൂടെ കയറി വന്നാണ് ബസ് അവിടെ നിന്ന് നിർത്തുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ബസ് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റിലോട്ട് കയറുന്ന വഴി അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നു. അവിടെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടതാണ് ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നതിനെ പറ്റി. അതേതോ അവിടുത്തെ ഏതോ ഒരു കടക്കാരോ അല്ലെങ്കിൽ ഏതോ സ്ഥാപനക്കാരോ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ നഗരസഭയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നരകസഭയാണ് കോട്ടയം ഭരിക്കുന്നത്. കാരണം അവര് പൊതുജനത്തിന് വേണ്ട ഒരു കാര്യവും ചെയ്തു കൊടുക്കാതെയുള്ള ഒരു ഭരണമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നടക്കുന്ന വലിയ വില കൂടിയ കാറുകളിൽ, ആഡംബര വാഹനങ്ങളിൽ, AC റൂമുകൾ, സാധാരണക്കാരന്റെ വേദന എന്നാന്നോ അവന്റെ വേർപ്പിന്റെ വില എന്താണെന്നോ അറിയാൻ മേലാത്ത കുറെ ആൾക്കാരാണ് ഈ നഗരസഭ ഭരിക്കുന്നത്. അതിനിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടാണ്, ഞാൻ അവിടെ പോയി തിരുനക്കര മൈതാനത്ത് അവിടെ തിരുനക്കര ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുക, അതുപോലും കഴിവില്ലാത്ത ഒരു ഭരണസമിതിയാണ്. അതുപോലെ കോട്ടയം നഗരത്തിൽ നിങ്ങൾക്കറിയാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ആകാശപ്പാത എന്നും പറഞ്ഞ് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറെ നാൾ കൂടുമ്പോഴത്തേന് അതിന്റെ ബലപരിശോധന എന്ന് പറഞ്ഞ ഒരു പ്രഹസനം പോലെ നടത്തും. അത് പിന്നീട് വീണ്ടും പണിയാന്ന് പറയും. ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കിയ ഒരു ആകാശപ്പാത. കാരണം അത് പൊളിച്ചു മാറ്റി അത് ആക്രിക്കാർക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചന്തക്കവലയിലേക്ക് വരാം. അവിടെ എന്തുമാത്രം ആൾക്കാർ അവിടെ ബസ് കയറാൻ നിൽക്കുന്നത്, ഏതെല്ലാം സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, എന്തുമാത്രം ആൾക്കാർ അവിടെ ബസ് കയറാൻ വരുന്നത്. അവർക്ക് വേണ്ട യാതൊരു പരിഗണന പോലും ഇതുവരെ അവിടെ കൊടുത്തിട്ടില്ല. കാരണം അവിടെ വരുന്ന ആൾക്കാർ ബസ് കാത്തു നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, ഓരോ കടയുടെ വാതിക്കലാണ്. മഴ വന്നാലും വെയിൽ വന്നാലും എല്ലാം. അതുപോലെ സന്ധ്യയായി കഴിയുമ്പോഴത്തേന് ഇന്നിപ്പോ അവിടെ ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞത് അവിടെ വൈദ്യുതി വിളക്കുകളുടെ ഇരുട്ടാണ്, അതുകൊണ്ടാണ് ഈ അപകടത്തിന് കൂടുതൽ സാധ്യത ഉണ്ടായെന്നാണ് കടക്കാരെല്ലാം പറഞ്ഞത്. അവരിപ്പം പറഞ്ഞത് തൊട്ട് വാർത്തകളിലെല്ലാം വന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാം, ഇന്നത്തെ മനോരമയിലൊക്കെ ആ വാർത്ത വന്നതാണ്. അപ്പം അതിന് പോലും സന്ധ്യയ്ക്ക് അവിടെയുള്ള കടകളല്ല 7 മണിയാകുമ്പോൾ, മിക്ക കടകളിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടെയുള്ള അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടാകുകയാണ്. ഒരു പ്രധാനപ്പെട്ട ടൗണിലെ അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, നഗരസഭയിൽ നിന്ന് ഒരുത്തൻ 3 കോടി രൂപ ആയിട്ട് പോയിട്ട് അവൻ എവിടെയാന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ മഷിയിട്ട് നോക്കിയിട്ട് ഇപ്പം പ്രശ്നം വെക്കാൻ പോവുക. അവര് നഗരസഭ ദേവപ്രശ്നം ഇങ്ങനെ വെക്കുന്നെന്ന് പറഞ്ഞ പോലെ ഈ പണ്ട് കാലത്ത് വെറ്റില വെച്ച് ഇങ്ങനെ മഷിയിടുമ്പോഴത്തേന് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇനിയിപ്പം ചിന്തിക്കാൻ പോവാണ്. അങ്ങനെ ആള് എന്നിട്ട് പോലും തെളിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ ആൾ എവിടെയാ 3 കോടി രൂപ ആയിട്ട് പോയത്. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പൊ ഈ ഒരു വാർത്ത കേട്ട് ഇന്നലെ വൈകിട്ട് മുഴുവൻ ആകപ്പാടെ ഒരു പ്രയാസമായിരുന്നു. അതുപോലെ ഈ ചന്തക്കവലയിലെ ബസ് സ്റ്റോപ്പ് മാത്രമല്ല അപകടാവസ്ഥയിലുള്ള, കോട്ടയം ടൗണിലെ ഒട്ടുമിക്ക മുഴുവൻ ബസ് സ്റ്റോപ്പുകളിൽ ഇതുപോലെ വാഹനാപകടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നാഗമ്പടം ബസ് സ്റ്റാൻഡ്, തിരുനക്കര ബസ് സ്റ്റാൻഡ്, ശാസ്ത്രി റോഡ്,
അങ്ങനെ അടക്കമുള്ള നിരവധി ലോഗോ സെന്ററിന്റെ അവിടെ, അതുപോലെ നിരവധി ബസ് സ്റ്റോപ്പുകളിൽ ഇതുപോലെ ധാരാളം അപകടങ്ങളുണ്ടായി ഒരുപാട് ജീവൻ പൊടിഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ നഗരസഭ അവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഇതെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ് ബസ്സുകാരാണ് നിൽക്കുന്നത്. അവരൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ കുടുംബത്തിന് പോയി. ഇന്നത്തെ ആ കുട്ടിയുടെ ആ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ആ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞാനൊന്ന് പോയി. ഇത് തോട്ടയ്ക്കാട് ആശുപത്രിപ്പടി കഴിഞ്ഞിട്ട് തോട്ടയ്ക്കാട് അമ്പലക്കവല വഴിയാണ് മാടത്താനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ഒരു കലുങ്ങിന്റെ പണി നടക്കുന്നതുകൊണ്ട് സ്വല്പം വട്ടം കറങ്ങി വേണം വാഹനങ്ങളെല്ലാം മാടത്താനിയിലെത്താൻ വേണ്ടി. എങ്കിലും ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയ കാഴ്ചയാണ് ഇന്നവിടെ കണ്ടത്. മാടത്താനി വടക്കേ മുണ്ടക്കൽ VT രമേശിൻ്റെ മകളാണ് മരണപ്പെട്ട അബിത പാർവതി. 18 വയസ്സാണ്. ഇന്ന് ആ വീട് മുഴുവൻ സന്തോഷത്താൽ നിറയേണ്ട വീട്ടിലാണ് ഇന്നത്തെ ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് സ്വല്പം കൂടെ നടന്നു വേണം പോകാൻ വേണ്ടി. വാഹനം പോകുന്ന വഴിയാണ്, എങ്കിലും ആൾക്കാരെല്ലാം വാഹനങ്ങൾ വഴിയിലിട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് കുട്ടിയുടെ വീട്. പഠനത്തിൽ ഒരുപാട് സമ്മാനങ്ങളും മൊമെന്റുകളും മേടിച്ച അബിത ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന കാഴ്ചയാണ്. അബിതയുടെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് തലയ്ക്ക് സാരം പരിക്കുണ്ട്. എങ്കിലും മകളെ ഒരു നോക്ക് കാണാൻ വേണ്ടി അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് ആ ഒരു കാറുകാർ തകർത്തത്.